എന്നെ CPM നേതൃത്വമാണ് നിർബന്ധിച്ചത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ അത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. കഴിഞ്ഞ 5 വർഷക്കാലം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള പോരാട്ടം ഞാൻ നടത്തി. പക്ഷേ കളങ്കിതനായ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാനും കുറ്റവിമുക്തനാക്കാനും തെറ്റ് ചൂണ്ടിക്കാണിച്ചയാളെ ക്രൂശിക്കാനുമുള്ള സമീപനം പാർട്ടി നേതൃത്വം സ്വീകരിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയാനും ഈ പോരാട്ടം സമൂഹത്തിന് മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ഞാൻ തയ്യാറായത്. അതിന്റെ ഭാഗമായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച മണ്ഡലമാണ് പയ്യന്നൂര്. ആ മണ്ഡലത്തിനൊരു മാറ്റവും ഇത്തവണ വന്നിട്ടില്ല. ഒരു മണ്ഡലത്തിൽ 1,50,000 വോട്ട് മാറ്റിമറിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും കണ്ടത്. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷയോടുകൂടിയല്ല മത്സരിച്ചത്, മറിച്ച് എന്റെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള മത്സരമായിരുന്നു. പക്ഷെ പോളിംഗ് കഴിഞ്ഞപ്പോ ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അത് ആവേശകരമായിരുന്നു, പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ വോട്ട് ചെയ്തതിനു ശേഷം, പോളിംഗിന് ശേഷം ഈ നാട്ടിലാകെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എത്ര വോട്ട് ജയിക്കുമെന്നൊന്നും പറയാൻ സാധിക്കുന്നതായിരുന്നില്ല. കാരണം CPM-ന് അകത്തെ അടിയൊഴുക്ക് എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം വിപുലമാണ് എന്ന് കണക്കുകൂട്ടി പറയുക അസാധ്യമാണ്. പക്ഷെ ഒരു ജയപ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അസ്ഥാനത്തായിരുന്നില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ഈ പയ്യന്നൂർ മണ്ഡലത്തിലെ 6 പഞ്ചായത്തിലും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലും വലിയ നിലയിലുള്ള മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരു വിജയമുണ്ടാക്കാൻ സാധിച്ചത് CPM-നകത്തെ നിരവധി ആളുകൾ, ആയിരക്കണക്കിന് മാത്രമല്ല ചിലപ്പോൾ 10,000-കണക്കിന് എന്ന് പറയേണ്ടി വരും, ആളുകൾ വോട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് കൂടിയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയുടെ ഭാഗമായി ലഭിച്ച വോട്ടും CPM-നകത്തെ അടിയൊഴുക്കിന്റെ ഭാഗമായി ലഭിച്ച വോട്ടും കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ പയ്യന്നൂർ മണ്ഡലത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള ഒരു ഉജ്ജ്വല വിജയം ഈ മണ്ഡലത്തിൽ കൈവരിക്കാൻ സാധിച്ചത്. ഈ പയ്യന്നൂർ മണ്ഡലം അതിന്റെ രൂപീകരണം മുതൽ മാത്രമല്ല, കേരള രൂപീകരണത്തിന് ശേഷം ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റുകാരെ അല്ലാത്ത ഒരാളെയും ജയിപ്പിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. 50 വർഷക്കാലം 1976 അടിയന്തരാവസ്ഥ കാലം മുതൽ 2026 എന്നെ പുറത്താക്കുന്നത് വരെ CPM-ന്റെ ഒരു മെമ്പർ എന്ന നിലയിൽ
അതിന്റെ ഉയർന്ന കമ്മിറ്റികളിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ മുറുകെ പിടിച്ച് കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ CPM എന്നെ പുറത്താക്കിയാലും എന്നെ കമ്മ്യൂണിസ്റ്റായി അംഗീകരിക്കാൻ ഈ പയ്യന്നൂരിലെ CPM-നകത്തെ 10,000-കണക്കിന് ആളുകൾ തയ്യാറായി എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കളങ്കിതനായ വ്യക്തിയെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ തിരഞ്ഞെടുത്തയക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഈ പയ്യന്നൂർ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എന്നെ വിജയിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിജയം ഏറെ ആവേശകരമാണ്, ചരിത്ര വിജയമാണ്. ആ വിജയം സമ്മാനിച്ച ഈ പയ്യന്നൂർ മണ്ഡലത്തിലെ ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പയ്യന്നൂരിന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യം പറയുമ്പോൾ നിലവിലുള്ള ഒരു MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം എന്ത് വികസനമാണ് ഈ മണ്ഡലത്തിൽ നടന്നത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് വിശദീകരിച്ചിട്ടില്ല. എടുത്തു പറയാൻ പറ്റുന്ന ഒരു വികസനവും കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഈ പയ്യന്നൂർ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂരിലെ ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ, നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സന്നദ്ധമാകുന്ന എല്ലാവരെയും പങ്കെടുപ്പിച്ച് ഒരു വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിന് ഒരു മുൻഗണന തീരുമാനിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂരിലെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ നിലയിലുള്ള പരിശ്രമങ്ങൾ എന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ മണ്ഡലത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് അഭിപ്രായമുള്ള മുഴുവൻ ആളുകളും ആ അഭിപ്രായം പറയാൻ സന്നദ്ധമാകേണ്ടതുണ്ട്. ആ മുൻഗണനാ ക്രമം നിശ്ചയിച്ച് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പയ്യന്നൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളുടെ MLA മാത്രമല്ല ഞാൻ. തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും മുഴുവൻ ജനങ്ങളുടെയും MLA എന്ന നിലയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനവുമായി മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാം പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.